ഹായ് ഗൈസ്, എല്ലാവർക്കും യുബോട്സിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് RPF വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. RPF എന്നല്ലേ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേയിലും മറ്റും ഈ പോലീസുകാർ നിങ്ങൾ കാണാറില്ലേ, റെയിൽവേ പോലീസ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അതിലേക്കുള്ള എക്സാം ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ എക്സാം. ഓക്കെ, ഇത് നിലവിൽ കണ്ടക്ട് ചെയ്തിരുന്നത് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഇപ്പോൾ RRBയോട് പറഞ്ഞേക്കാണ്, ഇനി നിങ്ങൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യേണ്ട, ഇനി ഇത് ആര് കണ്ടക്ട് ചെയ്തോളും? SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇത് കണ്ടക്ട് ചെയ്തോളും. അതും കുറച്ച് മാറ്റങ്ങളും കൂടി കൊണ്ടുവന്നിട്ട് SSCയുടെ കയ്യിൽ ഇത് കിട്ടിയതോടുകൂടി CAPF അഥവാ സെൻട്രൽ ആർമഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അതേ റെഗുലേഷൻസ് RPFിലേക്ക് കൊണ്ടുവന്നു. എന്താണ് റെഗുലേഷൻസ്? ഏജിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്? ഇനി പഴയ പോലെ എല്ലാ ഏജുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റില്ല. ജനറലൊക്കെ ആണെങ്കിൽ ഏജ് പറ്റ കുറച്ചിട്ടുണ്ട്. അതേപോലെ ഹൈറ്റ് പണ്ട് 165 ആണെങ്കിൽ ഇപ്പൊ അത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ചാനലുകളിലൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് കൂടുതൽ ഞാൻ വലിച്ചു നേടുന്നില്ല. അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ് ഇനി RPFന്റെ എക്സാംസ് വരാൻ പോകുന്നത്. ആൻഡ് SSC ആസ്പിറൻസിന് ഇതൊരു ബോണസ് പോയിന്റും കൂടിയാണ്. നിലവിൽ SSC GD അതേപോലെ തന്നെ SSCയുടെ MTS എക്സാംസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ഗൈഡ് ലൈനിൽ തന്നെ ആ ഒരു ജനറൽ തന്നെയാണ് ഏത് വരാൻ പോണത്, ഈ RPFന്റെ എക്സാംസ് വരാൻ പോണത്. അതൊരു ബോണസ് പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് നോക്കാം. ആദ്യം ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്ന് എന്തിനാണ് RPFന്റെ എക്സാം RRB എന്തിനാണ് SSCക്ക് കൊടുത്തതെന്ന് ചോദിച്ചിട്ട് ഒരു ഓവർവ്യൂ എന്ന് പറയാനുള്ളത് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ. അതേപോലെ തന്നെ ആദ്യം നമുക്കറിയാം, എന്നോട് ചോദിച്ചാൽ ഇത് ഒരു ബെറ്റർ ആണ് ഞാൻ പറയുന്നത്, നല്ലതാണ്. കാരണം ആദ്യം RRBക്ക് തോന്നിയ പോലെ തന്നെ എക്സാംസ് ആയിരുന്നത് 2 വർഷം കൂടുമ്പോഴൊക്കെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ എക്സാം നടന്ന ചരിത്രമുണ്ട്. അതിന് പകരം SSCക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് SSCയുടെ കലണ്ടർ വരുമ്പോൾ തന്നെ അറിയാം, ഇന്ന ഡേറ്റിൽ RPFന് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ഡേറ്റിൽ എക്സാം വരും. നമുക്ക് പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല വ്യക്തമായ സിലബസോട് കൂടി തന്നെ പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ വളരെ ജനറൽ ആയിട്ട് കുറച്ചും കൂടി സുതാര്യമായിരിക്കും എക്സാംസും കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും. ഓക്കെ, അതാണ് മെയിൻ റീസൺ എന്നാണ് പറയുന്നത്. ഒന്ന്, ആൻഡ് ഇവിടെ ഈ അമെൻമെന്റ് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അമെൻമെന്റ് റൂൾസ് 2025 പ്രകാരമാണ് ഈ ഒരു മാറ്റം നടത്തിയിരിക്കുന്നത്. ഓക്കെ, റൂൾസ് കം ഇൻ ടു ഫോഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അഥവാ ഒഫീഷ്യൽ ഗസറ്റിൽ, അതായത് ഈ നോട്ടീസ് വന്ന് അന്ന് തൊട്ടിട്ട് ഇത് അപ്ലിക്കബിൾ ആണെന്ന് പറയണേ. ഇനി പ്രധാന മാറ്റം, പുതിയത് പ്രകാരം 170 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. ഇത് പഴയത് ആൺകുട്ടികൾക്ക് 165 സെന്റിമീറ്റർ ആയിരുന്നു എന്ന് ഓർക്കണം. നമ്മൾ കോൺസ്റ്റബിൾ RPFന് കോൺസ്റ്റബിൾ എക്സാമിന് നമുക്ക് 165 ഉണ്ടായിരുന്നോടത്താണ് 170ലേക്ക് ഉയർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ചെസ്റ്റിന് വലിയ മാറ്റമൊന്നുമില്ല, 80 സെന്റിമീറ്റർ 85 സെന്റിമീറ്റർ തന്നെയാണ്. എൻ്റെ അതർ കേഡറിന് ഇപ്പോഴും 165 ആണെന്നും കൂടി ഓർക്കണം. എക്സിക്യൂട്ടീവ് കേഡറിലേക്ക് എത്തുമ്പോൾ എന്താണ്, 170 സെന്റിമീറ്ററിലേക്ക് ഹൈറ്റ് ഉയർത്തിയിട്ടുണ്ടെന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫീമെയിൽ ആൻഡ് റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മാച്ച് ദോസ് ദ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ്. ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ നമ്മൾ GD ഒക്കെ പറയുന്ന പോലെ സെൻട്രൽ ആർമഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ വരുന്ന സെയിം ഇതിൽ തന്നെയാണ്, കാറ്റഗറി തന്നെയാണ് ഇത് വരുന്നത്, ഇതും വരുന്നത്. ആൻഡ് 20 വയസ്സിൽ കുറവുള്ള കുട്ടികളാണെങ്കിൽ ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. 20 വയസ്സിൽ കുറവുള്ള കുട്ടികളാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ബിലോ 20 years ക്യാൻ ഗെറ്റ് റിലാക്സേഷൻ ദ ഹൈറ്റ് അപ് ടു 2.5 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ഒരു 2.5 സെന്റിമീറ്ററിന്റെ ഇളവ് ഉണ്ടാവും. അതായത് 18 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ഏജ് വരുന്നത്. ആ 18 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു 170 വേണ്ട, 167 ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഏജ് റിലാക്സേഷൻ ക്യാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആൻഡ് ചെസ്റ്റ് അപ് ടു 5 സെന്റിമീറ്ററിന് റിലാക്സേഷൻ ഉണ്ടാവും. ഓൺ മെഡിക്കൽ സർട്ടിഫിക്കേഷന്റെ ബേസിസിലാണ് ഇത് തരിക. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റിലാണ് ഒന്ന് പ്രധാന ചേഞ്ചസ് ആണല്ലേ. പിന്നെ എക്സാം പാറ്റേണിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം, എലിജിബിലിറ്റി ഫോർ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് എലിജിബിലിറ്റി ഫോർ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്കുള്ളത് നോക്കുക, 18 മുതൽ 23 വയസ്സ് വരെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം വരെ ഇത് 18 മുതൽ ഏകദേശം 28 വയസ്സ് വരെയാണ് നോർമൽ ജനറൽ കാറ്റഗറിക്ക് വരെ എഴുതാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ ഈ വർഷം എന്ത് ചെയ്തു, 18 മുതൽ 23 വരെ ആക്കി കുറച്ചു. ഓക്കെ, അതേപോലെ മസ്റ്റ് ഹാവ് പാസ്ഡ് ഹൈസ്കൂൾ ഓർ ഇറ്റ്സ് ഇക്വാലന്റ്, 10ാം ക്ലാസ് തന്നെയാണ് യോഗ്യത വരുന്നത്. പക്ഷെ ഏജ് 18 മുതൽ 28 വരെ എന്നുള്ളതിന് 18 മുതൽ 23 വരെ ആയിട്ട് കുറച്ചു. ഇത് RPF തന്നൊരു പണി തന്നെയാണ്. കാരണം എല്ലാവരും അത്യാവശ്യം ഏജുള്ള എല്ലാവരും RPFന്റെ എക്സാം നോക്കി കണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എക്സാം ആയിരുന്നു. അത്യാവശ്യം ഏജ് കൂടിയാലും വലിയ കുഴപ്പമില്ല. നമ്മൾ PSC കുറേ കാലം നോക്കുന്ന കുട്ടികളോട് പറയുന്നതാണ് RPFും കൂടി നോക്കിക്കോളൂ എന്നുള്ളത്. അവിടെ നമുക്കൊരു ചതി പറ്റി. ഏജ് ഇവർ കുറച്ചു.
ആൻഡ് SC/STക്ക് OBS 3 വർഷമുണ്ട്, 5 വർഷമുണ്ട്. OBCക്ക് 3 വർഷമൊക്കെ ഉണ്ട് കേട്ടോ. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം റിലാക്സേഷനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ CAPFന് അതേ സാധനം തന്നെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഹൈറ്റിൽ ഇവർ ഈ പണി ഒപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏജിൽ ഹൈറ്റിലും വേറെ പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ, സെലക്ഷൻ ഓഫ് അവർ സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് കാഡർ വിൽ ഫോളോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രൊസീജിയേഴ്സ് as done ഫോർ ദ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ അതേ സെലക്ഷൻ പ്രോസസ്സ് തന്നെയാവും ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിസിക്കലും റിട്ടേൺ എല്ലാം ആ ഒരു രീതിയിൽ തന്നെ നടക്കും. മെഡിക്കൽ എക്സാമിനേഷൻ ഫോർ ദീസ് പോസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ ഓഫ് ദ CAPF. ഇനി നടക്കാൻ പോകുന്നത് CAPFന്റെ ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഗ്രേഡ് 1 മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ഇതിന്റെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടത്താൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി ഇത് കംപ്ലീറ്റ് SSC പ്രൊസീജിയറിലേക്ക് അങ്ങ് മാറ്റി, വേറെ ഒന്നുമില്ല അവിടെ. ഓക്കെ, അതർ അപ്ഡേറ്റ്സ്, മറ്റ് അപ്ഡേറ്റ്സ് ഇവിടെ പറയുന്നത് റിക്രൂട്ട്മെന്റ് ഫോർ കോൺസ്റ്റബിൾ അതർ ദാൻ എക്സിക്യൂട്ടീവ് കാഡർ ആൻഡ് അതർ കാറ്റഗറീസ് വിൽ ഫോളോ ദ മോഡിഫൈഡ് പ്രോസസ് as defined in the new rules. ഒന്നുമില്ല, എല്ലാവരും അതർ കോൺസ്റ്റബിൾ കാഡറിലെ എല്ലാവരും എന്ത് ചെയ്യും, ഇതിൽ തന്നെ ഈ ഒരു പുതിയ മോഡൽ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് ഈ 2026 തൊട്ടിട്ട് വിളിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾ അമെൻമെന്റ്സ് ആൻഡ് ചേഞ്ചസ് ഫ്രം ദ 1987 to 2025 ആ കൺസോളിഡേറ്റഡ് ഇൻ ദിസ് നോട്ടിഫിക്കേഷൻ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ മാറ്റങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ കീ ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിക്രൂട്ട്മെന്റ് ആപ്പിന്റെ എവരി ഇയർ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടക്കും. അതുകൊണ്ട് തന്നെ കുറേ ഇപ്പോൾ 3 വർഷത്തെ 4 വർഷത്തെ 2 വർഷത്തെ വെയിറ്റേജ് സ്റ്റുഡൻസ് ഉണ്ടാവില്ല. മറ്റേത് അത് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് റെഗുലറുമായിട്ടും പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം കിട്ടും, പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, അതൊരു വളരെ SSCയിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ഒരു കീ അപ്ഡേറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ SSC എക്സ്പീരിയൻസ്ഡ് ഇൻ ഓർഗനൈസിങ് ലാർജ് എക്സാംസ്. SSC നമുക്കറിയാം CDSും അതേപോലെ തന്നെ നമ്മുടെ മോസ്റ്റ് എല്ലാ എക്സാംസും CGLും MTSും എല്ലാം SSC കണ്ടക്ട് ചെയ്ത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു സാധനമായതുകൊണ്ട് തന്നെ SSCക്ക് ഇങ്ങനത്തെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതും വളരെ സ്മൂത്ത് ആയത്, RRBയേക്കാൾ വളരെ സ്മൂത്ത് ആയിട്ട് ഓൾ ഇന്ത്യ ലെവൽ SSCക്ക് ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ എൻറ്റയർ പ്രോസസ്, നോട്ടിഫിക്കേഷൻസ്, അപ്ലിക്കേഷൻ, എക്സാം, ഫിസിക്കൽ ടെസ്റ്റുകളും ഫൈനൽ സെലക്ഷൻ എല്ലാം മോർ ട്രാൻസ്പെറൻറ്റ് ഫെയറുമായിട്ട് മാറും. മറ്റെന്താ നടക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഇത് വളരെ ഫെയർ ആയിട്ട് വളരെ സുതാര്യമാവുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും ഇത് യൂസ് ചെയ്യുന്നുള്ള ചുരുക്കം. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ എക്സാം പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ആർ മാനേജ്ഡ് ഓൺലൈൻ. നമുക്കെല്ലാം SSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഇനി അവിടെ തന്നെ കാണാൻ പറ്റും. അതേപോലെ വൈഡ്ലി അവൈലബിൾ ആയിരിക്കും. പിന്നെ മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ ആൻഡ് സ്ട്രെങ്ത് ദ ഓവറോൾ ക്വാളിറ്റി ഫോർ റിക്രൂട്ട്സ്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു, എന്ത് ഈ RRBയിൽ കുറച്ചും കൂടി RRB നടത്തുന്ന സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇത് RRBന്റെ കയ്യിൽ നിന്നെടുത്ത് SSCക്ക് കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണിത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, RPFന്റെ എക്സാമിന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ച് തുടങ്ങിക്കോളുക. SSCയുടെ കേഡറിൽ RPFന്റെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 2026 കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സുഖമാണ്, SSC GDക്കിന്റെ അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എവിടെയും വരാൻ പോണത്, RPFനും വരാൻ പോണത്. ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചാൽ മതി. ആൻഡ് ഇതിന്റെ കീ അപ്ഡേറ്റ്സ് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇനി വരാൻ പോകുന്നത് സിലബസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ ആ വീഡിയോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക, അതേപോലെ ഇതുപോലത്തെ മൊത്തം അപ്ഡേറ്റ്സിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.